രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇഡലി ഞാൻ 2 ഇഡലിപ്പാത്രം, കാരണം 5 മണിയാകുമ്പോഴേ എണ്ണിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രിയിലെ ഇഡലിപ്പാത്രമൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് ഗ്യാസേ വെച്ചിരുന്നു. പിന്നെ രാവിലെ വന്ന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാമല്ലേ. അന്നേരം കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് നോർമൽ ഇഡലി കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇഡലി ഉണ്ടാക്കിയാലേ മസാല ഇഡലി ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അത് ഞാനിപ്പം നമ്മുടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മക്കൊക്കെ കഴിക്കാനായിട്ട് പിന്നെ നോർമൽ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയും കൂടി ഇനി എല്ലാവർക്കും എടുക്കട്ടെ. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം അനന്നുണ്ണെ അരിയൊക്കെ ഒന്ന് കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ അങ്ങ് വെണ്ടയ്ക്ക മെഴുക്കോട്ടി വെക്കാനായിട്ട് അത് ഇത്തിരി സമയം എടുക്കുമല്ലോ വഴന്ന് വരാൻ, അതുകൊണ്ട് ഞാൻ അതങ്ങ് ആരംഭത്തിലേ വെച്ചു. സവാളയൊക്കെ അരിഞ്ഞതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ആദ്യം 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കിയതിന് ശേഷം പിന്നെ ചെറിയ തീയിൽ അവിടെ ഇട്ടേക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ജോലികളെല്ലാം എനിക്ക് പെട്ടെന്ന് തീർക്കണം, കാരണം എനിക്ക് മാങ്ങ അച്ചാറിടാനുണ്ട്. അപ്പോൾ ഇനിയൊരു സാമ്പാറാണ് വെക്കുന്നത്. അതിനായിട്ട് കഷ്ണങ്ങളിലേക്ക് തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2-3 പുളിവെള്ളം കൂടി ഇത് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരു 2-3 വിസിലടിച്ചെടുക്കും. ഇവിടുത്തെ സാമ്പാർ നന്നായി കഷ്ണങ്ങളൊന്ന് ഞാൻ വേവിച്ചെടുക്കും, കാരണം ഈ പിള്ളേരെ ഉദ്ദേശിച്ച് അവർ ഈ കഷ്ണങ്ങൾ മുഴുവനായിട്ട് കിടക്കുവാണെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കും. അതുകൊണ്ട് അപ്പം പച്ചക്കറി വാങ്ങിക്കാൻ പോകണേ അതിൻ്റെ അകത്ത് ഇച്ചിരി കോളിഫ്ലവറും ഉണ്ടായിരുന്നു, അതും ഞാൻ അതിൻ്റെ അകത്തങ്ങ് കണ്ടിച്ചിട്ടേ, കാരണം പച്ചക്കറി വാങ്ങിക്കാൻ പോകണേ അതുകൂടെ അവരിട്ടത്. പിന്നെ ഇനി കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി മല്ലിയില ഇട്ട് നന്നായി കലക്കിയെടുത്ത് പിന്നെ ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. ഈ സമയത്താണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. കട്ടക്കായമാണെങ്കിൽ നമ്മൾ കഷ്ണങ്ങളിൻ്റെ അകത്ത് വേവിക്കുന്നുണ്ടേ കട്ടക്കായം ചേർക്കാം. ഇപ്പം ഉലുവാപ്പൊടിയും ചേർത്ത് നമ്മുടെ കടുക് വറുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമീൻ ഇച്ചിരി കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഞാൻ വെട്ടിയെടുത്ത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അതുകൂടെ വറക്കാനിട്ടിട്ടുണ്ട്. അപ്പം നല്ല കോമ്പിനേഷനാണ് ഇന്ന്. സാമ്പാറും ഉണക്കമീനൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ജോലികളെല്ലാം ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് അച്ചാർ ഇടണമെന്ന് പറഞ്ഞില്ലേ, അച്ചാറൊക്കെ ഞാൻ ഇട്ട് ഇപ്പം അച്ചാറിൻ്റെ എല്ലാ ലാസ്റ്റ് സ്റ്റേജുമായി. വൈകുന്നേരം രാത്രി ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അതൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം പിന്നെ നാളെ ബോട്ടിലുകളിലാക്കും. അപ്പോൾ ആർക്കെങ്കിലും അച്ചാറുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഞാൻ കമൻറ്റിലേ നമ്പർ പിൻ ചെയ്യുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.